തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാത്രം ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങേക്കാരാധന. ആരാധന 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 അങ്ങേക്കാരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുല്യം ചെല്ലാൻ സ്തോത്രം ആരുമില്ല. സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിനെ പോലെ മറ്റൊരു വ്യക്തി നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, നമ്മുടെ വേദനകൾ അറിയുവാൻ, നമ്മുടെ മാനസികമായ വിഷമങ്ങൾ അറിയുവാൻ സ്തോത്രം ഈ ഭൂമിയിൽ വേറൊരു വ്യക്തി ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുമെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് അടുത്ത് വരാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിന്റെ വഴിയല്ല എൻ്റെ വഴിയെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചിന്തിക്കും, കർത്താവെ പലപ്പോഴും ഞാൻ ജോബിന് വേണ്ടി ആഗ്രഹിച്ചു, എനിക്ക് ലഭിച്ചില്ല. എൻ്റെ തലമുറയുടെ വിഷയം ഞാൻ ആഗ്രഹിച്ചു, അത് കർത്താവെ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഒത്തിരി ഉപവസിച്ചതാ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന് വിചാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട കേട്ടോ, മുമ്പുള്ളവയെ നീ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. പലതും ചിന്തിച്ച്, പണ്ടത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഹല്ലേലൂയ മനസ്സു നീറുന്ന അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നമുക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ പോകുകയാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടയുറച്ച് വിശ്വസിച്ച് നീ ഏറ്റെടുക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. മനുഷ്യൻ്റെ വാക്ക് മാറും കേട്ടോ, മനുഷ്യൻ്റെ വാക്ക് നിലനിൽക്കത്തില്ല കേട്ടോ. നമ്മുടെ ആശ്രയം ഒരിക്കലും കർത്താവിൻ്റെ വചനം പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹായം ഹല്ലേലൂയ തരുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് സഹായം തരുന്നത് ആരാണെന്നറിയാവോ? സർവശക്തനായ ദൈവമാണ്. ഈ പ്രകൃതിയെ ഉണ്ടാക്കിയവൻ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഈ ലോകത്തുള്ള സർവവും ഉണ്ടായെങ്കിൽ, പ്രകൃതി വരെ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നു എങ്കിൽ, എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ഒരു നിമിഷം മതി കേട്ടോ നമ്മുടെ വിഷയത്തിനൊരു പരിഹാരം ലഭിക്കുക. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഈ വിഷയം വെച്ച് ഹല്ലേലൂയ പലപ്പോഴും കരഞ്ഞിട്ടില്ലേ? എന്നിട്ടത് സ്റ്റോപ്പ് ചെയ്തില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിന്നിൽ കൂടെ, തലമുറയിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ടെന്ന് കർത്താവ് ഹല്ലേലൂയ വെളിപ്പാട് അറിയിക്കുകയാണ്. എന്നെ ഹല്ലേലൂയ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരിക്കലും ഹല്ലേലൂയ നിന്റെ ആ നീറുന്ന അവസ്ഥ കണ്ട് കർത്താവ് മാറിപ്പോകുന്ന ദൈവമല്ല കേട്ടോ. ഹല്ലേലൂയ. കാൽക്കൽ വീണ ഹല്ലേലൂയ പ്രമാണിയുടെ ഹല്ലേലൂയ കർത്താവ് കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിച്ചു എങ്കിൽ, എന്റെയും നിന്റെയും വിഷയത്തിൽ എത്രയധികം ദൈവസ്ഥൽ കൂടുതൽ നീ അടുത്തു വന്നു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് നിന്റെ അടുക്കൽ വരുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ നിലവിളിക്കുന്നത് വെറുതെയാകത്തില്ല കേട്ടോ. ദൈവസ്ഥനിൽ കണ്ണുനീരൊഴുക്കുന്നത് വെറുതെയാകത്തില്ല. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വ്യവസ്ഥ പ്രകാരം നീ നിലവിളിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന് നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.